ഒരു സിനിമ ഇറങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ടിക്കറ്റ് സെയിലായി പോവാന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അത് ബ്രാൻഡ് എന്ന് പറയുന്ന അത്ര വലിയ സ്റ്റാറുകൾക്ക് മാത്രം നേടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ നമുക്കറിയാം എമ്പുരാനായി തുടരുന്ന പറയുന്ന 2 സിനിമകൾ വന്നിരിക്കുന്ന സമയത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് തന്നെയാണ്. ഒരു വലിയ റഷ് തന്നെയായിരുന്നു ഓൺലൈൻ ടിക്കറ്റ് സെയിലുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രാഗം തിയേറ്ററിലൊക്കെ വലിയ രീതിക്കുള്ള ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുന്നേ ലോകേഷ് കനകരാജിന്റെ ലിയോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ആ സിനിമയുടെ ടിക്കറ്റ് സെയിൽ നടന്നിരിക്കുന്ന കാര്യം ഞാനിപ്പോൾ ഓർക്കാണ്. നിമിഷങ്ങൾ എന്ന് പറയുന്ന സമയത്ത് വിത്തിൻ 1 or 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള അടുത്തുള്ള തിയേറ്റേഴ്സ് ഒക്കെ ഫില്ലായി പോയിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ലോകേഷ് കനകരാജിന്റെ ഒരു ബ്രാൻഡിങ്, വിജയുടെ ഒരു ബ്രാൻഡിങ്, ഈ 2 കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പൊ കൂലി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയാന്ന് പറഞ്ഞിട്ട് പോലും ലോകേഷ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. നമ്മൾ വിചാരിക്കും രജനീകാന്തിന്റെ പവർ കൊണ്ടാണ്. രജനീകാന്തിന്റെ പവർ ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്, വലിയൊരു മൂവിയാണ്. അനിരുദ്ധ് ഒരു വലിയ ഫാക്ടറാണ്. പക്ഷെ ലോകേഷിലേക്ക് കൊടുക്കുന്ന ആ ഒരു വിശ്വാസം 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കിട്ടുന്നൊരു പഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന്റെ വിശ്വാസത്തിന്റെ പുറത്ത്, പ്രത്യേകിച്ച് ഇന്റർവെൽ സീനത്തൊക്കെ തകർക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മളെല്ലാവരും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹോപ്പ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ശരിക്കും ഇതാണ് ഡയറക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഹൈപ്പ് ഉണ്ടാക്കി ആ റേഞ്ചിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ലേ. എനിവേസ്, ഇന്ന് PVRൽ ഒരു കിഡിലൻ ട്രെയിലർ കൂടിയിട്ട് റിലീസായിരുന്നു. അതിനെ കുറിച്ച് കൂടി പറയാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നാടാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഇന്ന് രാവിലെ കൂലി സിനിമയുടെ ടിക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ആവുന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതൊരു കാര്യം തന്നെയായിരുന്നു. 8-ാം തീയതി ആയിരിക്കും സിനിമയുടെ ടിക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ആവാനായിട്ട് ചാൻസ് ഉള്ള കാര്യം പറഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ തന്നെയായിരുന്നു. 10 മണിയായിരുന്നില്ല, 10:30 സിനിമയുടെ സെയിൽസ് സ്റ്റാർട്ട് ആവുന്ന ഒരു കാര്യമായിരുന്നു ഒഫീഷ്യലി വന്നിരുന്നത്. പക്ഷെ 10:15 ബുക്കിംഗ് സൈറ്റ്സ് എല്ലാം ഓപ്പൺ ആയിരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ടിക്കറ്റ് കിട്ടിയത് കഷ്ടിച്ചായിരുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിനുള്ളിലായിരുന്നു എനിക്ക് ആ ടിക്കറ്റ് കിട്ടിയത്. കാരണം അതിന് മാത്രം ടിക്കറ്റ് സെയിലായിരുന്നു നടന്നിരുന്നത്. ഞാൻ ഇതിന്റെ റെക്കോർഡ് കളക്ഷനുകളെ കുറിച്ച് നോക്കുന്ന സമയത്താണ് ഒരു കാര്യം കാണാനായിട്ട് പറ്റിയത്. കൂലി സിനിമയുടെ ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ നടന്നിരിക്കുന്ന സെയിലിൽ നിന്ന് സെല്ലായിരിക്കുന്ന ടിക്കറ്റ്സുകൾ എന്ന് പറയുന്നത് 80,000-ലധികം ടിക്കറ്റുകളാണ്. അതായത് 1.32 കോടി ഗ്രോസ് കളക്ഷൻ ആണ് ഈ സിനിമയ്ക്ക്. അതായത് പ്രീ സെയിൽസ്, അഡ്വാൻസ് സെയിൽസ് ആണ് ഈ സിനിമയ്ക്ക് ഓൾറെഡി സംഭവിച്ചേക്കുന്നത്. നമുക്കറിയാം സിനിമ ഇറങ്ങാനായിട്ട് ഇനി ദിവസങ്ങൾ ബാക്കിയെടുക്കാണ്. ഫസ്റ്റ് ഡേ അല്ല ഞാൻ പറയുന്നത്, 2 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവിച്ചേക്കുന്നത് 1.32 ക്രോഡ്സിന്റെ സെയിൽസ് ആണ് സംഭവിച്ചേക്കുന്നത്. എല്ലാം വ്യാറാലെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ചില ആൾക്കാർ പറയും ഹൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണെന്ന്. ഹൈപ്പാണ് ഏത് സിനിമയുടെ ഏത് പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല ഹൈപ്പുള്ള പടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടിക്കറ്റ് സെയിലിൽ പോകുമെന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിതിന്റെ കോമ്പറ്റീഷനിൽ വരുന്ന വാർ 2ന്റെ ഒരു അഡ്വാൻസ് സെയിൽസ്, അതായത് ഓവർസീസ് അഡ്വാൻസ് സെയിൽസിന്റെ ഒരു കളക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാർ 2ന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 5.5 ക്രോഡ്സ് ആണ്. എന്നാൽ അതേ സ്ഥാനത്തിന് കൂലിയുടെ അഡ്വാൻസ് സെയിൽസ് പറയുന്നത് 27 ക്രോഡ്സ് ആണെന്നൊരു കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളിടത്തോളം, ലോകേഷ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്ന ഒരു ഹൈപ്പാണ്. അത് ഉള്ളിടത്തോളം ഒരു പടത്തിന് കിട്ടുന്ന ബൂം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പടം ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പടത്തിന് ടിപ്പ് സംഭവിച്ചേക്കാം. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ തന്നെ ഒരു ഹൈപ്പില്ലാതെ വന്നേക്കുന്ന സിനിമ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അത് പിന്നെയും ബൂമായി കയറിയേക്കാം. പക്ഷേ ഒരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഒരു ആക്ടർക്കോ ഈ പടം ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രീ സെയിൽസിൽ ഇതിന് മാത്രം ഒരു അടിയടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു കാര്യമില്ല. കാരണം ആ ഡയറക്ടറിനുള്ള ആ സിനിമയിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് കാണിക്കുന്നത്. ആ ഹൈപ്പ് തന്നെയാണ് അവിടെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഹൈപ്പ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. PVRൽ കൂലി സിനിമയുടെ ഒരു ട്രെയിലർ റിലീസായിരുന്നു. ഞാനത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു ട്രെയിലറിന്റെ ഒരു പരിപാടിയല്ല. നമ്മൾ കണ്ടേക്കുന്ന ട്രെയിലറിന്റെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ, അതായത് അവസാന പോയിന്റ് വരെയൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിന് ശേഷം വന്നിരിക്കുന്ന ലാസ്റ്റ് ഷോട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് രജനീകാന്തിന്റെ ഒരു ബാക്ക് ഷോട്ടാണ്. ഈ ഷോട്ട് ശരിക്കും നമ്മൾ കണ്ടേക്കുന്ന ട്രെയിലറിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ അവർ വീണ്ടും ആഡ് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിലറാണ്. PVRൽ ഇത് ഷോ കാണിച്ചിട്ടുണ്ട്, പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ആ ഫേസ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ബാക്ക് ഷോട്ടിലും ആ നിൽക്കുന്ന നിപ്പിലൊക്കെ ആ ഒരു പവർ, ആ ഒരു ഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. AI നല്ല ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി ഏറ്റവും നന്നായിട്ട് DAG ടെക്നോളജി അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പഴയ രജനീകാന്ത് കൂടി വന്നു കഴിഞ്ഞാൽ മോനെ സംഭവം പിന്നെ തീർന്നു, പിന്നെ നോക്കാനില്ല. അത് വേറെ റേഞ്ച് ആയിരിക്കും. എനിവേസ്, ഇതിനകത്ത് അങ്ങനെയുള്ള ഒരുപാട് ഷോട്ടുകൾ ഈ ട്രെയിലറിനകത്ത് തന്നെ, ഇപ്പൊ പുതിയ വന്നിരിക്കുന്ന ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബാക്ക് ഷോട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂലി സിനിമയുടെ അവസാന ഭാഗത്ത് 25 സെക്കൻഡ്സ് കൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞായിരുന്നു, ഇതിന് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയേക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഫുൾ മൂവിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 25 സെക്കൻഡുകളോളാണ് ഇവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ 50 മിനിറ്റ് 22 സെക്കൻഡ് ആണ്. എന്താണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകളാണ്. ഇതൊരു ഓണറിംഗ് ആണ്. അതായത് രജനീകാന്തിന്റെ 50 വർഷം തികയുന്ന ഒരു ദിവസം കൂടിയാണ് ശരിക്കും കൂലി സിനിമയുടെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇൻഡസ്ട്രിയിലോട്ട് വന്ന് സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ട് 50 വർഷമായി എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്.
സോ അതിന്റെ പേരിൽ ഒരു ഓണറിംഗ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അതിന്റെ വിഷ്വൽസുകളായിരിക്കും കാണിക്കുന്നുണ്ടാവുക, പഴയ സിനിമകൾ തൊട്ട് ഇതുവരെയുള്ള സിനിമകളുടെ വിഷ്വൽസ് ആയിരിക്കാം. എനിവേസ് 50 വർഷത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ജേണി അതിനെടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽസ് ആണ് അഡീഷണൽ ആയിട്ട് കുയിലി സിനിമയ്ക്കകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒഫീഷ്യൽ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓരോ ദിവസവും കുയിലി സിനിമയുടെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകൾ ഒന്നിനൊന്ന് മികച്ച അപ്ഡേറ്റുകൾ തന്നെയാണല്ലേ. എന്താ പറയാ, തീയിട്ടുകൊണ്ടിരിക്കാന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അടുത്തൊരു തീയിടുന്ന ഒരു ഐറ്റം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പേര് കണ്ടു എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു കേട്ടത്. പാരഡൈസ് പറയുന്ന നാനിയുടെ ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിന്റെ മറ്റേ ബിജിഎം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അനിരുദ്ധാണ് ഇതിന്റെ സ്കോർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കും ഇതിന്റെ പരിപാടി എന്നുള്ളത്. ഒരു കിട്ടില്ല സാധനമാണ്. കേട്ടിട്ടില്ലെങ്കിൽ കേട്ടു വെക്കാം. ഹെഡ്സെറ്റ് വെച്ചിട്ട് പാരഡൈസിലെ ബിജിഎം കേട്ടു വെക്കാം. വേറെ ലെവൽ ആയിട്ടാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നാനിയുടെ തന്നെ പേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു ആദ്യം വന്നായിരുന്ന ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഐറ്റം. ശരിക്കും നാനി ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന സമയത്ത് ഒരു വേറെ ലുക്കാട്ടോ. മുൻപ് നാനിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, വി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് വെക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഒരു കിട്ടുള്ള സാധനം തന്നെയാണ് ഇത്. അതിന്റെ തന്നെ അങ്ങനത്തെ ഒരു മാരക വേർഷൻ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി സാധനം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗൺസ്, എന്താ പറയാ, ഫുള്ളൊരു അധോലോകം തന്നെയാണ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. ഫുള്ളൊരു വേറെ ലെവലായിട്ടാണ്. ശരിക്കും ഇതൊരു പക്ക ഗാങ്സ്റ്റർ കൈൻഡ് ഓഫ് ഒരു മൂവി ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊരു സാധാരണ ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു അഡീഷണൽ ലെയർ ഇതിനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇതിന്റെ തന്നെ സെക്കൻഡ് പോസ്റ്റർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാനിയുടെ ഒരു സെന്റർ പോയിന്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ചുറ്റും കുറെ ആൾക്കാർ ഇദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് നിൽക്കുന്ന ഒരു ഷോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതൊരു പ്രോപ്പർ ഒരു അധോലോകം പോലത്തെ ഒരു പരിപാടിയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ലുക്ക് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഇനി ഒരുപാട് അപ്ഡേറ്റുകളാണ് ആക്ച്വലി വരാനായിട്ട് പോകുന്നത്. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള സിനിമ തന്നെയാണ് ദ പാരഡൈസ് പറയുന്ന സിനിമ. നാനിനെ നമുക്കറിയാം, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ വരുന്ന സമയത്തും അതിന് ഓരോരോ ജോണറുകളും അത് ചെയ്യുന്ന രീതിയും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന ഒരു പരിപാടിയാണ് നാനിയുടെ ചില സാധനങ്ങൾ. ലാസ്റ്റ് വന്നിരുന്ന ഹിറ്റ് മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഹിറ്റ് പാർട്ട് 1 പാർട്ട് 2 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ട് 3യുടെ അവസാന ഭാഗങ്ങൾ, ഐ മീൻ ആഫ്റ്റർ ഇന്റർവൽ പോർഷന്റെ ആ ഒരു സ്റ്റോറി ലൈനകത്ത് എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. കാരണം അത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് പോയി എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നിപ്പോയിരുന്നു. അതർവൈസ് നാനിയുടെ പെർഫോമൻസ് കൊണ്ടാണെങ്കിൽ എല്ലാം കൊണ്ട് ആ ഒരു പടം കിട്ടുന്ന സാധനം തന്നെയായിരുന്നു. സോ ഒരുപാട് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ലോകേഷിന്റെ പടം, ഐ മീൻ ആഫ്റ്റർ ലിയോയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കും സിനിമയ്ക്കുള്ള ഒരു ഹൈപ്പിന്റെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലിയോന്റെ സെക്കൻഡ് ഹാഫ് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായ കാര്യം, ഈ മനുഷ്യന്റെ പടം വരുന്ന സമയത്ത് അതിന് വേറെ ലെവൽ ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് തോന്നിയത്. കാരണം ആൾക്കാർ ഈ ഒരു പടം വരുന്ന സമയത്ത് ഇന്റർവെല്ലോ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം ലോകേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ആൾക്കാർക്കുണ്ട്. ആ പ്രതീക്ഷ പോവാത്തിടത്തോളം അദ്ദേഹത്തിന്റെ ഓരോ പടം വരുന്ന സമയത്ത് നമുക്കും അതൊരു ആഘോഷമായിരിക്കും, നമുക്കും അതൊരു എക്സൈറ്റിംഗ് തരുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. നിങ്ങൾ എത്ര പേര് കുക്കി എന്ന് പറയുന്ന ഒരു സോങ് കേട്ടു എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. KOKKI എന്ന് പറയുന്ന കുക്കി എന്ന് പറയുന്ന ഒരു സോങ്, ഇത് കൂലിയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് സോങ്ങുകൾ വന്നിട്ടുണ്ട്. ഐ എം ദ ഡേഞ്ചർ എന്നൊക്കെ പറയുന്ന ഒരുപാട് സോങ്ങുകൾ വന്നിരിക്കുന്നതിൽ കൂടെ തന്നെ കുക്കി എന്ന് പറയുന്ന ഒരു സോങ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ സോങ് കേട്ട സമയത്ത് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായി തോന്നിയില്ല, അത്ര കണക്ട് ആയി തോന്നിയില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ശരിക്കും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. കാരണം കുറേ മാറ്റങ്ങളാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ട്രെയിലർ വന്നേക്കുന്ന സമയത്തൊക്കെ നമുക്ക് പറയാനായിട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് ഓൺ സ്പേസ് സൈനിങ് ഔട്ട്. ബൈ.